നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ജലവിഭവ വകുപ്പ് മുൻ ഡയറക്ടറും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും നമുക്ക് അദ്ദേഹത്തോട് ആരായാം. മറുപടിയിലേക്ക് സ്വാഗതം. നന്ദി. 2015 കണക്ക് പ്രകാരം, അതായത് രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ 60% കേരളത്തിലാണ്, അല്ലേ? അതെ. ഉരുൾപൊട്ടലുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. എന്താണ് കാരണം? മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചത്? കനത്ത മഴയാണ് എന്ന് പറയുന്നു. മഴ മാത്രമാണോ കാരണം? 2-3 കാര്യങ്ങളുണ്ട് സാറേ. ഒന്ന്, കേരളത്തിൽ കാലാവസ്ഥ 2016 ശേഷം 2014 വരൾച്ച വന്നു, വലിയ വരൾച്ച വന്നു. 150 വർഷത്തെ പിറകിലോട്ടുള്ള കണക്കെടുത്താൽ വലിയ വരൾച്ച വന്നു, ഓഖി വന്നു, വെള്ളപ്പൊക്കം, പ്രളയം വന്നു. പിന്നെ ഇങ്ങനെ ഓരോ വർഷങ്ങളിലും ഓരോ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നോർമലാവുകയാണ് കേരളത്തിൽ. ഒരു 2050 വരെയൊക്കെ ചിലപ്പോൾ പോയാലും അത്ഭുതമില്ല. നോർമലാവുകയാണ് ഈ സിറ്റുവേഷൻ. നോർമലാവാൻ കാരണം പ്രകൃതിയുടെ കാരണങ്ങളുണ്ട്, നമ്മുടെ കാരണങ്ങളുമുണ്ട്, മനുഷ്യൻ്റെ കാരണങ്ങൾ രണ്ടുമുണ്ട്. ഒന്ന്, കടൽ വല്ലാതെ ചൂടാവുകയാണ്. ഗ്ലോബൽ വാർമിങ്ങും കാലാവസ്ഥ, കടൽ ചൂടാവുക. കടൽ ചൂടാവുന്നതനുസരിച്ച് നീരാവിയുടെ അളവ് കൂടും. അത് സ്വാഭാവികമായിട്ട് വരും. നമുക്ക് മലയുള്ളതുകൊണ്ട് മലയിൽ പെട്ടെന്ന് ചെന്നിടിക്കും, തണുക്കും, നമുക്ക് മഴയായിട്ട് വരും. മഴക്കാലം അതികഠിന പ്രളയമായിരിക്കും. മഴ മാറിയാൽ വരൾച്ചയായിരിക്കും. തുടർച്ചയായിട്ട് വരൾച്ചയും തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കം വന്നാൽ, പ്രളയം വന്നാൽ ആ ലാൻഡ് ഡെസേർട്ടാവും ദീർഘകാലം. കാര്യം മണ്ണിന് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വെള്ളത്തെ മുഴുവൻ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. മണ്ണിൻ്റെ 25% വെള്ളമാണ്. ഒരു കുറച്ച് മണ്ണെടുത്താൽ 25% വെള്ളമാണ്, പിന്നെ വായു എല്ലാം കൂടി ചേർന്നാണ്. അപ്പം മണ്ണിൻ്റെ കപ്പാസിറ്റിയിൽ പ്രശ്നം വരും. അതിന് പിടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ചെടികൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ആരോഗ്യം കുറയും. അപ്പോൾ അത് ലോങ് ടൈം പ്രോസസ്സ്. ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഞാൻ പറയുന്ന 50 വർഷം 100 വർഷം ലോങ് ടൈം പ്രോസസ്സാണ്. ഇനി ഞാൻ മുണ്ടക്കൈയിലേക്ക് വരാം. മുണ്ടക്കൈ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 3000 മില്ലിമീറ്റർ മഴയാണ് കേരളത്തിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്, എല്ലാവരും പഠിക്കുന്ന സ്കൂളിലുമൊക്കെ. പക്ഷേ 3000 മില്ലിമീറ്റർ മഴയെന്ന് പറയുന്നത് തീരദേശത്ത് കിട്ടുന്ന 900-ഉം മലനാട്ടിൽ കിട്ടുന്ന 6000-ഉം കൂടെ കൂട്ടിയിട്ടാണ് ഈ 3000-ത്തിന് കണക്ക് നമ്മൾ പറയുന്നത്. മലനാട് പ്രദേശങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ മഴയുണ്ട്. ഉൾക്കാട്ടിൽ ചെറിയ ചെറിയ മഴയുണ്ട്. പിന്നെ 6000 മില്ലിമീറ്റർ, 7000 മില്ലിമീറ്റർ, 7000 ഇല്ല, 6000, 6500 മില്ലിമീറ്റർ, ചില വർഷങ്ങളിൽ 7000 വരെയൊക്കെ പോയിട്ടുണ്ട്. വടക്കോട്ട് പോകുന്തോറും മഴ കൂടിയിട്ടുണ്ട്, കിഴക്കോട്ട് പോകുന്തോറും മഴ കൂടും. ഇതാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം. ഓറോഗ്രാഫിക് റെയിൻഫാളാണ് നമുക്ക് കിട്ടുന്നത്. പർവ്വതങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മഴ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് കിട്ടുന്നില്ലല്ലോ, മറുവശത്ത് മഴ കിട്ടുന്നില്ല. തമിഴ്നാട്ടിൻ്റെ വശത്ത് ഈ സീസണിൽ മഴ കിട്ടുന്നില്ല, മൺസൂൺ സീസണിൽ മഴ കിട്ടുന്നില്ല. അവർക്ക് മഴനിഴൽ പ്രദേശമാണ്. ഇനി ഇവിടെ സംഭവിച്ചു മുണ്ടക്കൈയിൽ സ്പെസിഫിക്കായിട്ട് വരാം. ഒന്നെന്ന് പറയുന്നത് ഒരു 1800-നും 2000 മീറ്ററിനും ഇടയ്ക്ക് പൊക്കമുള്ള സ്ഥലമാണത്. ആ സ്ഥലം 3 മലകൾ, വെള്ളരിമല, പുഞ്ചരിക്കണ്ടം, മുണ്ടക്കൈമല, 3 മലകളാണ്. അതിൻ്റെ താഴ്വര പ്രദേശമാണ് ചൂരൽമല. ചൂരൽമല മലയല്ല, അത് ആളുകൾ, മലയിലുള്ള ആളുകൾ വന്ന് അടിവാരമാണ്. ആളുകൾ വന്ന് ചൂരലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ആദിവാസികളൊക്കെ പണ്ടുണ്ടാക്കിക്കൊണ്ട് കിട്ടിയ പേരാണ്. 150 വർഷത്തെ ഒരു ചരിത്രമുണ്ട്. അട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ് രാജാവാദ്യം എന്നൊരു കൊട്ടാരമൊക്കെ വെച്ച്, കൊട്ടാരമൊക്കെ ഒരു കോട്ടേജൊക്കെ ഉണ്ട്. ഒരു 150 വർഷത്തെ ഇമ്മീഡിയറ്റ് ചരിത്രം. അതിന് മുമ്പ് കുറച്ച് പേരൊക്കെ താമസിച്ചിരിക്കും. ഒരു ഇമ്മീഡിയറ്റ് ചരിത്രമുണ്ട് അവിടെ ആളുകൾ താമസിക്കാൻ. അത് ആളുകൾ കയ്യേറ്റം കൊണ്ട് മാത്രമല്ല, അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ എല്ലാവരും വെസ്റ്റേൺ കാട്ടി അങ്ങനെയല്ല. ഗവൺമെൻറ് തന്നെ പ്രോത്സാഹിപ്പിച്ച് വിട്ട ഒരുപാട് പേരുണ്ട്. അവിടെ പോയി കൃഷികൾ ചെയ്യാൻ പറഞ്ഞു. അവിടെ മീൻസ് ഹൈ റേഞ്ചിൽ പോയി കൃഷി ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും പൊക്കമുള്ള സ്ഥലം, അത് വേറൊരു വിഷയമാണ്. ഇത്രയും പൊക്കമുള്ള സ്ഥലം, സ്റ്റീപ്പായ സ്ലോപ്പാണ് അവിടെ. 20 ഡിഗ്രി മുതൽ 80 ഡിഗ്രി 85 ഡിഗ്രി വരെ സ്ലോപ്പുണ്ട്. 22 ഡിഗ്രി സ്ലോപ്പിന് മുകളിൽ മനുഷ്യൻ്റെ ഇടപെടൽ പാടില്ല എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്, ജിയോളജിക്കലായിട്ട്. അപ്പോൾ 22 ഡിഗ്രി സ്ലോപ്പിന് മുകളിൽ 80 ഡിഗ്രി എന്ന് പറയുമ്പോൾ വീണ്ടും എത്രയോ സ്ലോപ്പ് മുകളിലാണ്. പിന്നെ അവിടുത്തെ ഈ നദികൾ, ഈ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്ന് പറഞ്ഞ സ്ട്രീംസിൻ്റെ ഒരു സിസ്റ്റമുണ്ട്. ഈ സ്ട്രീംസിൻ്റെ സിസ്റ്റമാണ് പിന്നെ നദികൾ ഉത്ഭവിക്കുന്നതും എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ മുണ്ടക്കൈ ഈ പറയുന്ന പുഞ്ചരിമഠം മലയെന്ന് പറയുന്ന മലയുടെ ഏറ്റവും മുകളിലുള്ള ചെറിയൊരു സ്ട്രീം ആയിരിക്കും ആദ്യം വരുന്നത്. ഒരു സ്ട്രീം വരുന്നു, ആ സ്ട്രീമിൽ നിന്ന് വേറെ സ്ഥലത്ത് സ്ട്രീം വരുന്നു, 2 സ്ട്രീം കൂടെ ചേർന്ന് 3ാമത് സ്ട്രീം ആവുന്നു, 2ാമത് സ്ട്രീമാണ്, 3ാമതല്ല 2ാമതാവുന്നു, അങ്ങനെ 2 ചേർന്ന് 3ാമതാവുന്നു. ഇങ്ങനെ ചേർന്നാണ് 5ാമതാവുമ്പോഴാണ് കബനിപ്പുഴയും നമ്മളേത് ചാലിയാറും വരുന്നത്. അതേസമയം ചാലിയാറിൻ്റെ താഴോട്ട് വരുമ്പോൾ അത് 7ാമത്തെ നിരയാവും. അപ്പോൾ വീതി വരും. ഞാനിത് 5, 7 പറയാൻ കാരണം
5 നിര ആയതുകൊണ്ട് സ്റ്റീപ്പായിട്ടാണ് കിടക്കുന്നത്, കുത്തനെ ഇറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് വരും അവിടെ ഈ വെള്ളം. അപ്പം ഇനി എന്നോട് ഇതാണ് ഭൂമിശാസ്ത്രം. ഇനി എന്നോട് ചോദിച്ചത് മഴയാണോ പ്രതി എന്നാണ് എന്നോട് ചോദിച്ചത്. മഴയാണ് പ്രധാന പ്രതി. ജലബോംബ് എന്നാണ് പറയുന്നത്. അല്ല, ജലബോംബ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഉരുൾപൊട്ടലിന്. മഴയാണ് പ്രതി, സമ്മതിച്ചു. പക്ഷേ പ്രേരകം പ്രതികളുണ്ട്, പ്രേരണ കുറ്റം ഉണ്ടല്ലോ കോടതിയിൽ ചെല്ലുമ്പോൾ, അത് വലിയ കുറ്റമാണ്, പ്രേരണ കുറ്റവും. മഴ പ്രധാന ആൾ. മഴ പെയ്യുമ്പോൾ ആ മഴയെ പിടിച്ചു നിർത്താനുള്ള തിക്ക് ഫോറസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്യാനപ്പികളിൽ മാറ്റം വന്നിട്ടുണ്ട്. പല നിലകളിലുള്ള ക്യാനപ്പി ഉണ്ട് എപ്പോഴും കാട്ടിൽ. ശക്തിയായ മഴത്തുള്ളി ഏറ്റവും മുകളിൽ വീണിട്ട് അതിൻ്റെ ശക്തി കുറഞ്ഞാണ് അടുത്ത ലെയറിൽ വീണ്. അപ്പോൾ അതിനെ പറ്റിയ ക്യാനപ്പി ഉണ്ട് അവിടെ. മരങ്ങൾ, ഞാൻ ക്യാനപ്പി എന്ന് പറഞ്ഞാൽ സാങ്കേതിക പദമാണ്. അതിൻ്റെ താഴെ വീഴും, അതിൻ്റെ താഴെ വീണ്, അതിൻ്റെ താഴെ പുൽമേടുകളാണ്. അപ്പം 5 or 6 ലെയർ കഴിഞ്ഞിട്ടേ മണ്ണിൽ വരുള്ളൂ. മണ്ണിലും പുൽമേടുണ്ട്. വെള്ളം ഒരിക്കലും അതിൻ്റെ ഫോഴ്സ്, അതിൻ്റെ ശക്തി, അതിൻ്റെ എനർജി കുറഞ്ഞായിരിക്കും മണ്ണിൽ വീഴുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ അത് വരാൻ പറ്റും. വ്യാപകമായ ആളുകൾ ഈ പറഞ്ഞ് ഇപ്പോൾ അവിടെ താമസിക്കുന്ന 50, 100 അല്ലെങ്കിൽ 500 വീട്ടുകാരെ അല്ല നമ്മളീ പറയുന്നത്. അവിടെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്ലോപ്പ്, മഴ, ചരിവ്, ചരിഞ്ഞ പ്രദേശത്താണ് മഴ പെയ്യുന്നത്. ഈ 3 മലകളുടെയും ഇടയ്ക്ക് കിടക്കുന്ന വി ഷേപ്പിഡായിട്ട് കിടക്കുന്ന, വി ആകൃതി കിടക്കുന്ന ഒരു താഴ്വരയാണ് മുകളിൽ. മണ്ണിൻ്റെ കനം കുറവാണ്, തിക്നെസ് കുറവാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ തുടർച്ചയായി മഴ പെയ്താൽ മണ്ണിൽ കരുതി വെക്കാൻ പറ്റുന്ന വെള്ളത്തിന് ഒരു സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറയാം നമുക്ക്. ഒരു സ്പോഞ്ചിൽ വെള്ളം നിറച്ച് വെച്ചാൽ സ്പോഞ്ചിൽ ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ പിന്നെ സ്പോഞ്ചിൻ്റെ പുറത്തേക്ക് വെള്ളം വരും. നമ്മൾ തൊടുന്നുമ്പേ അത് ചാടും വെള്ളം, കാരണം അങ്ങനെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ മണ്ണും ഒരു പരിധിവരെ പറഞ്ഞ സ്പോഞ്ച് എന്ന് പറയാം. ഒരു മണ്ണ്, ലൂസുള്ള മണ്ണ്. അപ്പോൾ ഇതിൽ കരുതി വെക്കാൻ പറ്റിയ വെള്ളത്തിന് ഒരു കണക്കുണ്ട്. അതിലധികം വന്നാൽ അതെന്ത് ചെയ്യും? ഒന്നുകിൽ സർഫസിലൂടെ ഒഴുകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ശ്രമിക്കും. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ മണ്ണൊക്കെ കുറവായതുകൊണ്ട് ഈ ഇറങ്ങുന്നത് പാറയിടുക്കിലും നേരത്തെ ഉണ്ടായ മരക്കുറ്റികൾ, അത് മനുഷ്യരെടുത്തതാവാം, പ്രകൃതി തന്നെത്താനം നശിച്ചുപോയ മരമാവാം, എന്തോ ആവാം, മരക്കുറ്റികളിലൊക്കെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് കുറ്റിയുള്ള സ്ഥലത്തൊക്കെ. ഇത് ഇറങ്ങി ഇതൊരു പല ചാനലുകളിലും പലരും പറയുന്നത് എനിക്ക് സങ്കടകരമായി തോന്നിയത്, അല്ലെങ്കിൽ വിഷമകരമായി തോന്നി, ചില എക്സ്പേർട്ടുകളായ പോലും, നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ളവർ പറഞ്ഞു 1 മിനിറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ടാണ് ഉരുൾപൊട്ടുന്നത്. പൊട്ടുന്നത് 1 സെക്കൻഡ് കൊണ്ടാണ്, സമ്മതിച്ചു. പക്ഷേ അത് പഴുക്കുന്നത് മണിക്കൂറുകൾ, ദിവസങ്ങൾ എടുത്തിട്ടാണ്. തലേ ദിവസം അവിടെ പുഴ കലങ്ങി ഒഴുകി. അല്ല, അപ്പോൾ അതറിയാൻ പറ്റില്ലേ? അറിയാം, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. തലേ ദിവസം കലങ്ങി ഒഴുകി. അതിൻ്റെ പല വീഡിയോസും, ഒരു മുസ്ലിം കുട്ടി എടുത്തിട്ടുള്ള വീഡിയോ വ്യാപകമാണ്, ഇന്ന് വൈറലാണ്. കലങ്ങി പക്ഷിമൃഗാദികൾ പല അഭ്യാസങ്ങളും കാണിച്ചു തലേ ദിവസമേ കാണിച്ചു. തലേ ദിവസം ഉച്ചയ്ക്കൊരു ഉരുൾ പൊട്ടി മുകളിൽ. കാറ്റ് ശക്തമായിട്ട് വരും. ഇതോടൊപ്പം ശക്തമായ കാറ്റ് വരും. പിന്നെ 1 മണിക്കൂർ കൊണ്ടല്ല ഇതൊന്നും ഭൂമി തയ്യാറെടുക്കും. ഞാൻ പറഞ്ഞു, ഭൂകമ്പത്തിനായാലും ഇതിനായാലും ഭൂമി തയ്യാറെടുക്കും, എന്നിട്ടേ വരുള്ളൂ. മാത്രമല്ല തുടർച്ചയായി മഴ പെയ്തല്ലോ, തോരാത്ത മഴ പെയ്തല്ലോ. തോരാത്ത മഴ പെയ്യുമ്പം 84 ഉരുൾപൊട്ടൽ വന്ന സ്ഥലം, 2019 ഉരുൾപൊട്ടൽ വന്ന സ്ഥലം, 20 ഉരുൾപൊട്ടൽ വന്ന സ്ഥലത്ത് തോരാത്ത മഴ പെയ്യുമ്പോൾ 570 സെൻറ്റിമീറ്ററിലോളം, പിന്നെ മില്ലിമീറ്ററോളം, 57 സെൻറ്റിമീറ്ററോളം മഴ പെയ്യുമ്പോൾ, റെഡ് അലർട്ടിൻ്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മഴ എന്തിനാ കുറ്റം പറയുന്നത്? 1 മണിക്കൂർ കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ കാർ ആക്സിഡൻറ്റ് പറ്റും പോലെ വളരെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ആലിപ്പഴ വീഴുപോലെ പെട്ടെന്ന് ടപ്പോനഞ്ഞ് വീണെന്ന് വിചാരിക്കുക. നമുക്ക് മഴയെ കുറ്റം പറയാം. നമ്മളാരും ഉറങ്ങിക്കിടന്ന് പെട്ടെന്ന് വീണു, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്, അലമാര വന്ന് വീഴും പോലെ. ഇത് 2, 3, 4, 10 ദിവസത്തെ തയ്യാറെടുപ്പുണ്ട് ഭൂമിക്ക് അവിടെ. നേരത്തെ പെയ്ത മഴയെല്ലാം സാച്ചുറേറ്റഡായി, മണ്ണെല്ലാം സാച്ചുറേറ്റഡായി, ആ പാറയുടെ ഇടയ്ക്കൊക്കെ ഇറങ്ങി എല്ലാം സെറ്റാക്കി ഇല്ല നമ്മൾ ഈ വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടി സെറ്റാക്കുമ്പോൾ എല്ലാം സെറ്റാക്കി കൊണ്ടേയിരിക്കുകയാണ്. മണ്ണും വെള്ളവും ഒക്കെ അതിൻ്റെ സൂചനകളും തന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് മാറിയല്ലോ അവിടെ നിന്ന്, വളരെ ചുരുക്കം ആളുകൾ മാറി, കുറച്ച് പേര്. അപ്പോൾ അവരെന്തിനു മാറി? എന്തെങ്കിലും ചില സൂചനകളോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ടാണല്ലോ അവർ മാറുന്നത്. പിന്നെ കുറച്ച് പേരെ സ്കൂളിലാണ് കൊണ്ടാക്കിയത്, ആ സ്കൂൾ എടുത്തുകൊണ്ട് പോയി. എന്തുകൊണ്ട് ആളുകൾ മാറുന്നില്ല? അതിലൊരു പ്രശ്നമുണ്ട്. മാറാത്തതിൻ്റെ വേറെ ചില സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അന്തസ്സായിട്ട് നമ്മൾ ഈ വയനാട്, ഒന്നാമത്തെ കാര്യം, ഇതൊന്നും ജനവാസ യോഗ്യമല്ല. ഒരു കാരണവശാലും അവിടെ ആരും താമസിക്കാൻ പാടില്ല. ഇനി താമസിച്ചാൽ, ഇനി ഒരു കാര്യമുണ്ട്, താമസിച്ചാൽ
ഇതുപോലെ ജനവാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പലയിടത്തും ആൾ താമസിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ആദിവാസികൾ താമസിക്കുകയല്ലേ, അവർ കെട്ടിടം വെച്ചിട്ടില്ല. താമസിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുത്തുകൊണ്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറയാം, മുള കൊണ്ടുള്ളൊരു വീടായിരുന്നു അവിടെ ഇരുന്നെങ്കിൽ എത്ര പേര് മരിക്കും? ഇത് ടെറസ് വീട് ഇടിഞ്ഞ് വീണിട്ട് അതിനകത്താണ് ബോഡി. ഈ 150 പേരെ കണ്ടില്ല, അവരെവിടെയാണ് കിടക്കുന്നത്? കുറച്ച് പേര് പുഴയിൽ. അല്ല, ഈ ചൂരൽമലയിലെ ഒരു അമ്പലം വാഷ് ഔട്ടായി. അതെ, പക്ഷെ ആല് നിൽക്കുക. ഞാനതാ പറഞ്ഞു വന്ന സാറേ. പട്ടികൾ, നായ്ക്കൾ എത്ര പേര് മരിച്ചു? ആനകൾ എത്ര പേര് മരിച്ചു? നമ്മൾ പാമ്പുകൾ എത്ര പേര് മരിച്ചു? പാമ്പിൻ്റെ കണക്കെടുത്തിട്ടില്ല, എന്നാലും ഞാൻ വേറെ ആംഗിളിൽ പറയുന്നു. ഇനി എടുക്കണം വേണമെങ്കിൽ നമുക്ക് നോക്കാം, പൊത്തൊക്കെ കണ്ടുപിടിക്കാമല്ലോ. ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതകൾ മനസ്സിലാക്കാതെ, ആ ജനങ്ങളെയല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒരിക്കലും ജനങ്ങൾ കുറ്റമെന്ന് പറയരുത്. കാരണം ഞാനൊരു വീട് വയ്ക്കണമെങ്കിൽ ഒരു എഞ്ചിനീയർ അടുത്ത് ചെല്ലുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയർ പഠിച്ച കാര്യം പറഞ്ഞതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചില ഐഡിയാസൊക്കെ കൊടുക്കാം, പക്ഷേ എഞ്ചിനീയറാണ് എനിക്ക് ഡിസൈൻ വരച്ച് തരുന്നത്, അല്ലെങ്കിൽ ആർക്കിടെക്റ്റാണ് എനിക്ക് വരച്ച് തരുന്നത്. അപ്പോൾ അവർ ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്താ പഠിപ്പിക്കുന്നത്? എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ആദ്യത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? കട്ടിങ് ആൻഡ് ലെവലിംഗ്. ഒരു ഭൂമിയെ പോയി ആദ്യം കട്ട് ചെയ്യുക, ലെവൽ ചെയ്യുക, പിന്നെ എന്തെടുക്കുക? മെഷർമെൻ്റ് എടുക്കുക. കേരളം പോലുള്ള സ്ഥലത്ത് കൺസർവിങ്ങും മാനേജിങ്ങും എന്നുള്ള വാക്ക് വരേണ്ട സമയമായി സിവിൽ എഞ്ചിനീയറിങ്ങിന്. ഇതെന്താ സംഭവിക്കുക? കട്ട് ചെയ്ത് മാറ്റണമല്ലോ. ഓടിട്ട കെട്ടിടമായിരുന്നു കേരളത്തിൽ, AC വേണ്ടായിരുന്നു, സൂര്യപ്രകാശം നന്നായി കിടക്കും. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ. 8 ഡിഗ്രിയിലാണ് കിടക്കുന്നത് കേരളം, 10 ഡിഗ്രിക്കകത്ത്. അപ്പോൾ നല്ല സൂര്യപ്രകാശം വരും വർഷത്തിൽ. അതിന് പോകാനുള്ള സ്ഥലമിട്ടുള്ള ഓടിട്ട കെട്ടിടമായിരുന്നു. മഴ വന്നാൽ ഒഴുകിപ്പോകാനുള്ള ചരിഞ്ഞ കൂരയായിരുന്നു. ഇതൊക്കെ മാറ്റി ടെറസിലേക്ക് പോകുമ്പോൾ നമുക്ക് അനുഗുണമായൊരു കെട്ടിട നിർമ്മാണ രീതി കൂടി നമ്മൾ വികസിപ്പിച്ചോ? ഒരു ചോദ്യം. ഇനി അങ്ങനെ കെട്ടിട നിർമ്മാണ രീതി നമുക്ക് പറഞ്ഞ ലാറി ബേക്കറെ നമ്മൾ സിസ്റ്റം ഉൾക്കൊണ്ടോ? അങ്ങനെ കെട്ടിട നിർമ്മാണം പറയുന്ന ശങ്കറിനെ, ഹാബിറ്റാറ്റ് ശങ്കറിനെ സിസ്റ്റം ഉൾക്കൊണ്ടിട്ടുണ്ടോ? അദ്ദേഹം വീടൊക്കെ ഒരുപാട് വയ്ക്കുന്നു. സിസ്റ്റത്തിൽ അയാൾ ആരാ? അദ്ദേഹം ആരാ? സിസ്റ്റത്തിൻ്റെ അഡ്വൈസറൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ആരും അല്ലല്ലോ. സാജൻ, കോസ്റ്റ് ബോർഡ് ഒന്നും അല്ലല്ലോ. അപ്പോൾ കെട്ടിട നിർമ്മാണ രീതി, ഈ 22 ഡിഗ്രിക്ക് മുകളിലുള്ള സ്ഥലത്തുള്ള കെട്ടിട നിർമ്മാണ രീതി 1. 2, അപ്പം അടുത്ത പ്രതി വരുന്നു. അടുത്ത പ്രതി ഭൂവിനിയോഗം, അത് വലിയ പ്രതിയാണ്. തെങ്ങ്, തന്നാണ്ട് വിള എന്ന് പറഞ്ഞാൽ അതാത് വർഷങ്ങളിൽ പെട്ടെന്ന് വിളവെടുക്കുന്ന വിളകൾ. ഇഞ്ചി, കപ്പ, വാഴ, തന്നാണ്ട് വിളകൾ എല്ലാം മണ്ണിളക്കമുള്ള വിളകളാണ്. ഇതെല്ലാം ചെയ്യാൻ പാടില്ല. അപ്പം ചോദിച്ചു, ഞങ്ങൾ മലയിൽ ചെയ്തില്ലല്ലോ. സമ്മതിച്ചു. താഴെ ചെയ്തല്ലോ. നമ്മൾ താഴെ ചെയ്യുമ്പോഴും ഇറ്റ്സ് എ പാർട്ട് ഓഫ് മല. മണ്ണിളക്കം ഉണ്ടല്ലോ. ഇതൊരു മല നിൽക്കുന്നത് മലയുടെ മാത്രം കഴിവുകൊണ്ടല്ല. മലയിലുള്ള സ്ലോപ്പ് ഇതായിരുന്നു, താഴ്വര, പിന്നെ ഈ സമതലം, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒറ്റ ബെൽറ്റ് പോലെ നിൽക്കുന്നതാണ്. അവിടെ പറ്റിയത് അതുകൊണ്ടല്ലേ. നമ്മുടെ കർണാടകത്തിൽ പറ്റിയത് എന്താണ് സംഭവിച്ചത്? കർണാടകത്തിൽ 90 ഡിഗ്രിയിൽ മല വെട്ടി മാറ്റിയത് കൊണ്ടല്ലേ എല്ലാം കൂടെ താഴോട്ട് വന്നത്, മണ്ണെടുത്ത് താഴെ വന്നത്. അപ്പോൾ ഈ ജിയോളജിയും ഭൂമിശാസ്ത്രം മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഭൂവിനിയോഗ രീതികൾ, റോഡിൻ്റെ നിർമ്മാണം, ആലപ്പുഴയിലെ റോഡ് നിർമ്മാണം അതേ എഞ്ചിനീയറിംഗ് പാറ്റേണിൽ തന്നെയാണ് അവിടെ റോഡ് നിർമ്മിക്കുന്നത്. എത്ര അശാസ്ത്രീയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്? ആരാണ് പ്രതി? എല്ലാവർക്കും പങ്കുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ പോയിട്ട് ഇവിടെ റൂം ഫോർ റിവറൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ, അതെ അതെ അതെ, ആ പ്രളയത്തിന് ശേഷം 2 പ്രളയത്തിന് ശേഷം പറഞ്ഞത് ഈ മേഖലകളിലുള്ള ഇത്തരം മേഖലകളിലുള്ള കൺസ്ട്രക്ഷൻ അത് ഉടച്ചു വാർക്കുന്ന പറഞ്ഞ് ഒരു ചുക്ക് പോട്ടുന്നേ. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഒരു കോഴ്സ് തുടങ്ങി കളയാത്തന്തേ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിപ്പിച്ച് കുറേ കുട്ടികളെ പഠിപ്പിച്ചിറക്കാത്തന്തേ. ഒരു പഞ്ചായത്തിൽ 100 പേരെ, ഞാൻ ആ കാലഘട്ടം മുതലേ പറയുന്നതാണ്, ഒരു 100 പേരെ ഒരു പഞ്ചായത്തിൽ ഒരു സെമി ടാസ്ക് ഫോഴ്സ് പോലെ ട്രെയിൻ ചെയ്യാത്തെന്താ? ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ആദ്യം വരാൻ പറ്റുന്നതാരാ? ലോക്കൽ ആളുകളാണ്. ഇവിടെ അങ്ങനെ തന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ലോക്കൽ ആളുകൾ വന്നാൽ അവർക്കിത് പരിശീലനം കൂടെ ഉണ്ടെങ്കിൽ എന്തോരം റെസ്ക്യൂ പ്രവർത്തനം നടക്കും. ഇത് സൈന്യം വന്ന്, ഏതെങ്കിലും നാട്ടിലെ സൈന്യം, ഏതെങ്കിലും ഭാഷ പഠിച്ച സൈന്യം വന്ന് അവരെല്ലാ സൗകര്യം, ബെയിലി പാലം എല്ലാം കെട്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് 2 ദിവസം കഴിഞ്ഞാലേ ആളുകൾ നോക്കാൻ പറ്റുള്ളൂ. പലരെയും ഒരു ഗ്രാമത്തിലെ പുഞ്ചിരിമട്ടത്ത് ഓക്കെ, മുണ്ടക്കയിൽ നോക്കിയത് എപ്പോഴാണ്? അങ്ങോട്ട് പോകാൻ പറ്റണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞ ലോക്കൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കി മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാം ചെയ്തു. പക്ഷെ പോരാ, ഈ മനുഷ്യനെ ടാസ്ക് ഫോഴ്സ് ആക്കിയിരിക്കണം അവർ. ഈ മനുഷ്യൻ മൗണ്ടനിയറിംഗ്, ചെറുപ്പക്കാരെ മൗണ്ടനിയറിംഗ് പഠിപ്പിക്കണം, ചെറുപ്പക്കാരെ നീന്തൽ പഠിപ്പിക്കണം. ഇനി കേരളത്തിൽ
നീന്തൽ പഠിപ്പിക്കുന്ന ടീം വേണം നമുക്ക്. വെള്ളത്തിൽ മുങ്ങി ഇറങ്ങാൻ, സൈന്യം ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങാൻ പഠിച്ച ടീം വേണം നമുക്ക്. നമ്മുടെ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ഡിസാസ്റ്റർ അല്ലേ? നമ്മളിവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വന്നു. അതിനുശേഷം ഇതിനകത്ത് അവിടെ ഒരാൾ വന്നു, ഒരു പയ്യൻ എന്ന് പറയുന്നില്ല, ജോലിയിലിരിക്കുന്ന ആളുടെ പയ്യൻ എന്ന് പറയുന്നില്ല, ഒരാൾ എന്നെക്കാൾ ജൂനിയറാണ് പ്രായം കൊണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ ഒരു അനുജൻ്റെ പ്രായമുള്ള ഒരാളവിടെ ഒരു പ്രോജക്റ്റ് വന്നു. അവിടെ അല്ല, അതോറിറ്റിയിലല്ല, അവിടെ ഒരു പ്രോജക്റ്റിൽ, ഗവൺമെൻറ്റിൽ ഒരു പ്രോജക്റ്റ് വരുന്നു. പിന്നെ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി മെമ്പർ സെക്രട്ടറി ആവുന്നു. പിന്നെ കുറേ ആളുകളെയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് അതൊരു സംവിധാനമായി പോകുന്നു. എൻ്റെ പരാതി, എൻ്റെ നിർദ്ദേശം, എൻ്റെ ഒബ്സർവേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് പോളിസിപരമായ ഒരുപാട് തീരുമാനമെടുക്കേണ്ട ഒരു ബോഡിയാണത്. ഗവൺമെൻറ്റിന് അഡ്വൈസ് ചെയ്യേണ്ട ബോഡിയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഫീൽഡ് ലെവലിൽ പോയി പണിയെടുത്തുള്ള 10 വർഷം ഫീൽഡ് ലെവലിൽ പോയി പണിയെടുത്തുള്ള നല്ല അനുഭവ സമ്പത്തുള്ള, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം കയ്യിലെടുക്കുന്ന വെണ്ണ പോലെ ഇരുന്നറിയാമെന്നുള്ള പക്വതയുള്ള തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു ടീം എവിടെ വേണം? തലപ്പത്ത് വേണം. അവിടെ അതില്ല. അതിൻ്റെ കീഴിലായിരിക്കണം ബാക്കി എക്സ്പെർട്ടുകളൊക്കെ. അതില്ല. ഇവിടെ സെൻറ്റർ ഫോർ റെസിഡൻസ് സ്റ്റഡീസിൽ ഞാൻ 8 വർഷം ജോലി ചെയ്തിരുന്നതാണ്. ആ സമയത്താണ് വേറൊരു ഡിവിഷൻ, എൻ്റെ ഡിവിഷനല്ല, വേറൊരു ഡിവിഷനിൽ ഡോക്ടർ പി കെ തമ്പി സാർ ഇപ്പോഴും ഉണ്ട്, ഇതിൻ്റെ നേതൃത്വത്തിൽ ലാൻഡ് സ്ലൈഡുകളെ കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. 1:50,000 എൻ്റെ സ്കെയിൽ. ഞാൻ ലളിതമായി പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഭൂമിയിൽ കാണുന്ന, കേരളത്തിൽ കാണുന്ന, ഒരു സ്ഥലത്ത് കാണുന്ന 500 മീറ്റർ സ്ഥലത്തെ കാര്യങ്ങൾ 1 സെൻറ്റിമീറ്റർ സ്ഥലത്ത് പടത്തിൽ വരച്ച് വെച്ചേക്കും. അപ്പോൾ ആ 500 മീറ്റർ സ്ഥലത്ത് പള്ളി, അമ്പലം, കുളം, കോറി എന്തെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ പടത്തിൽ എത്ര സ്ഥലമേ ഞാൻ കൊടുക്കുള്ളൂ? 1 സെൻറ്റിമീറ്റർ കൊടുക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് പരിമിതമായിരിക്കും. വലിയ കാര്യങ്ങളെ വരച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. ചെറിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരച്ച് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ സ്പേസ് ഇല്ല. 1 സെൻറ്റിമീറ്റർ സ്ഥലമല്ലേ എനിക്കുള്ളൂ. അതേസമയം ആ റിപ്പോർട്ട് 90കളിൽ തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ടിലും അല്ലാതെയും പറയുന്നുണ്ട് 1:40 മീറ്റർ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ 40 മീറ്റർ സ്ഥലത്തുള്ള കാര്യങ്ങൾ 1 സെൻറ്റിമീറ്റർ കാണിക്കാൻ പറ്റിയാൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. അങ്ങനത്തെ ഭൂപടം ഉണ്ടാക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴും വേറൊരു തരത്തിലാണ് ഇത് ഓടുന്നത്. ഡേറ്റാബേസ്, റെയിൻഫാൾ ഡേറ്റ, 800ഓളം റെയിൻ ഗേജ് ഉണ്ടെന്ന് അനൗദ്യോഗികമായിട്ട് പറയുന്നു. അറിയില്ല. ഒരുപാട് ഏജൻസികൾ റെയിൻഫാൾ കളക്ട് ചെയ്യുന്നു ഡേറ്റ. ഇതെവിടെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്നത്? ഇതാർക്കാണ് കൊടുക്കുന്നത്? ആരാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? നമുക്കറിയില്ല. എന്താണ് ഡേറ്റാബേസ്? ഒരു വില്ലേജ് ഓഫീസറടുത്ത് അനിൽജി ഏതെങ്കിലും നാളെ ഒരു വില്ലേജ് ഓഫീസറടുത്ത് വിളിച്ച് ചോദിക്കൂ, നിങ്ങളെ വില്ലേജിലെ ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് റിഡക്ഷൻ സോൺ ഏതാണ്? ഞാനാണ് സാങ്കേതിക പദം പറയണം. ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് റിഡക്ഷൻ സോൺ, അങ്ങനെ തന്നെ പറയണം. വില്ലേജ് ഓഫീസർ അന്തം വിട്ടു പോകും. യഥാർത്ഥത്തിൽ ഡിസാസ്റ്റർ മാൻ്റെ തിയറി അനുസരിച്ച് അദ്ദേഹം ഇത് അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് മാൻ കണക്ടിവിറ്റിയാണ്. അറിയില്ല. അതങ്ങനെ അറിയാൻ പറ്റും. ഇനിയൊരു കാര്യം പറഞ്ഞുതരാം. ഇനിയൊരു ചതി ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ചതികളുടെയും ഉടായ്പകളുടെ നാടാണിത്. ILM ഉണ്ടാക്കി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി PTP നഗറിൽ. ഞാൻ ആ സ്ഥാപനത്തിൽ പോയി എൻ്റെ ഫാക്കൽറ്റി ആയിട്ട് പാർട്ട് ടൈമൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. ഇപ്പോഴും നല്ല സൗഹൃദമുള്ളത്. ഞാനിത് ചാനൽ വഴി ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന മറുപടികളൊന്നും ആരോട് ശത്രുത ഉള്ളതുകൊണ്ടോ എനിക്കെന്തെങ്കിലും കിട്ടാത്തതുകൊണ്ടോ ആരോടെങ്കിലും സ്നേഹക്കുറവുള്ളതുകൊണ്ടോ പറയണമല്ല. ഞാൻ സത്യമായി അങ്ങനെ പറയുന്നു. ILM ഉണ്ടായിരുന്നപ്പോഴാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കേരളത്തോട് പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ, പരിശീലന സ്ഥാപനം തുടങ്ങാൻ. നമ്മളെന്ത് ചെയ്തു? ILMൻ്റെ പേര് മാറ്റി ILDM എന്നാക്കി. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തെങ്കിലും നമ്മൾ അവിടെ കേന്ദ്ര ഓഫീസായിട്ട് നിർത്തിക്കൊണ്ട് ഏതെങ്കിലും 10-50 കിലോമീറ്റർ മാറി വലിയൊരു ക്യാമ്പസ്, 10 ഏക്കറോ 20 ഏക്കറോ ഒരു ക്യാമ്പസ് എടുത്ത് വലിയൊരു പരിശീലന കേന്ദ്രം തുടങ്ങണമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് ആവശ്യമുള്ള പൈസ കിട്ടുമായിരുന്നു. അതിന് വരെ നമ്മൾ ILDM ആക്കി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാക്കിയിട്ട് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൂടി, കുറച്ച് ട്രെയിനിങ്ങിൻ്റെ എണ്ണം കൂടി. നേരത്തെ 30 ആണെങ്കിൽ ഇപ്പോൾ 50 ആയി എന്നുള്ളതല്ലാതെ അതൊരു ആധികാരികമായ സമഗ്രമായ പഠനവും ഗവേഷണവും റിസർച്ചും നടത്തുന്നൊരു സെൻ്ററായി മാറിയില്ല. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പലരും വരുമല്ലോ അല്ലേ? ഇത് പഠനത്തിൻ്റെ പ്രളയമായിരിക്കും ഇനിയിപ്പോൾ. പഠനത്തിൻ്റെ പ്രളയം. അതെ, 2 പ്രളയങ്ങൾക്ക് ശേഷവും പഠനം നടത്തി. പഠനങ്ങൾ മാത്രമല്ല, എത്ര റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിനെ കുറിച്ച് റൂം ഫോർ റിവർ. എന്നിട്ട് അവസാനം റൂം ഫോർ റിവർ എന്താ സംഭവിച്ചത്? നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്. റെസ്പെക്ട് ചെയ്യേണ്ട, ഞാൻ മുഖ്യമന്ത്രി റെസ്പെക്ട് ചെയ്യേണ്ട ആളാണ്. റെസ്പെക്ട് ചെയ്യുന്നു. രാജ്യത്തെ ഭരണവ്യവസ്ഥയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ പോയി പഠിച്ചു, കാണാൻ പോയി. പഠിക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർ എക്സ്പെർട്ടുകളല്ലോ. കണ്ടിട്ട് വന്നു. ഇവിടെ റൂം ഫോർ റിവറിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് IIT കൊടുത്തിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് അവരോട് പഠിച്ചു തരാൻ പറഞ്ഞു. അവർ റിപ്പോർട്ട് കൊടുത്തു.
ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. നടപ്പിലാക്കിയാലും വലിയ ബെനിഫിറ്റ് ഉണ്ടാകുന്നതല്ല. ഒന്ന് തോടിൻ്റെ വൈഡനിങ് നടത്തുക, ഇതൊക്കെയാണ് റിപ്പോർട്ട്. തോടിൻ്റെ വൈഡനിങ് നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് അറിയാം തോട് വൈഡൻ ചെയ്താൽ വെള്ളം കൂടുതൽ പോകുന്നു. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ തന്നെ റീബിൽഡ് കേരള, നവകേരളം. നവകേരളത്തിൻ്റെ കൺസെപ്റ്റ് നോട്ട് എവിടെയാണ്? ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ അതിനൊരു കൺസെപ്റ്റ് നോട്ട് വേണമല്ലോ. എന്താണ് എൻ്റെ കൺസെപ്റ്റ് നോട്ട്? ഞാൻ നവകേരളത്തിന് എതിർത്തല്ല വേണം, നവകേരളം വേണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഹരിത കേരളം വേണമെന്ന് ആദ്യമായി ലേഖനം എഴുതിയ ഞാനാണ്. എന്താ എൻ്റെ കൺസെപ്റ്റ്? എന്തില്ല, ഒരു നാടകമോ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് വേണ്ടേ? പിന്നെ എന്താ നവകേരളത്തിൻ്റെ സ്ക്രിപ്റ്റ്? ആളുകളെ വിളിച്ചു കൂട്ടിയിരുത്ത് കാര്യങ്ങൾ ചെയ്യലല്ല, അത് ഒരു ഭാഗമാണ്. സമ്മതിച്ചു, ജനങ്ങളെ വിളിച്ചു. പക്ഷെ അതിന് സ്ക്രിപ്റ്റ് വേണം. എന്താണ്, എപ്പോൾ, എങ്ങനെ, ആര്, എവിടെ, എല്ലാത്തിനും സ്ക്രിപ്റ്റ് വേണം. എത്ര റിപ്പോർട്ടാണ്? വേൾഡ് ബാങ്ക് വന്നു, ADB വന്നു, IMF വന്നു, ഈ രാജ്യത്തെ വിദഗ്ധന്മാരുടെ പ്രളയമായിരുന്നു, എല്ലാവരോടും സ്നേഹം, ആദരവ്. പക്ഷെ എവിടെ, എന്ത് സംഭവിച്ചു? ഇപ്പം ദുരന്തങ്ങൾ അല്ലേ നോർമലാവുന്നു. അതെ, നോർമലാവുന്നു, അത് ആഘോഷിക്കപ്പെടുന്നു. അതൊരു നല്ല ചോദ്യമാണ്. രണ്ട് കാര്യമുണ്ട് ദുരന്തങ്ങളിൽ, അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എവരി ഡിസാസ്റ്റർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതെ, രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പോസിറ്റീവായിട്ടും ഉണ്ട് കേട്ടോ, നെഗറ്റീവ് മാത്രം പറയണ്ട. ഇംഗ്ലണ്ടിൽ മഴ ഇങ്ങനെ മാറി മാറി വന്നപ്പോഴാണ് ജനങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ കളർ കോഡ് അവർ കണ്ടുപിടിച്ചത്. നീല, പച്ച, നമ്മൾ ഈ റെഡ് എന്നൊക്കെ അലർട്ട് കണ്ടുപിടിച്ച അവരാണ്, ഇംഗ്ലണ്ടുകാരാണ് ആദ്യം കണ്ടുപിടിച്ചത്. നല്ലതല്ലേ, പോസിറ്റീവല്ലേ? അവിടെ പ്രശ്നം വന്നുകൊണ്ടല്ലേ അവർ കണ്ടുപിടിക്കാൻ പറ്റും. സുനാമി വന്നുകൊണ്ടാണ് നമുക്ക് ഡിസാസ്റ്റർ അതോറിറ്റി വന്നത്, അല്ലെ? അങ്ങനത്തെ അതോറിറ്റി പെട്ടെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായ ഒരുപാട് കാര്യമുണ്ട്, നെഗറ്റീവ് കാര്യമുണ്ട്. എല്ലാവർക്കും ഇതൊരു അവസരമാണ്, എല്ലാവർക്കും അവസരമാണ്. കളക്ഷൻ എടുക്കുന്നവർ, നല്ല കളക്ഷനുണ്ട്, മോശം കളക്ഷനുണ്ട്. അതെ, ആളുകൾ തന്നെ കളക്ട് ചെയ്തിട്ട് കൊടുക്കണവരുമുണ്ട്, കൊടുക്കാത്തവരുമുണ്ട്. അതെ, പിന്നെ ലോകത്ത് ഒരുപാട് ദരിദ്ര രാജ്യങ്ങളാണ് ഇത് കൂടുതൽ നടക്കുന്നത്. ദരിദ്ര രാജ്യങ്ങളിൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അവിടെ പോയി അവരെ സഹായിച്ചിട്ട് അവരെ നയത്തിൽ കയറി പിടിക്കും, പോളിസികളെ. അങ്ങനെയും ഒരു പരിപാടി ഉണ്ട് ഡിസാസ്റ്ററിൽ. അപ്പോൾ ഡിസാസ്റ്റർ ഒരു വശത്ത് ഒരു അവസരമാണ്, പാഠങ്ങൾ പഠിക്കാൻ, ലെസൺസ് പഠിക്കാനുള്ളൊരു സാഹചര്യമാണ്. മറുവശത്ത് ഇതിന് ഒരുപാട് ദുരിതങ്ങളും. അതിന് പണ്ടൊരു സാഹിത്യകാരൻ പറഞ്ഞ വിജയമാഷാൻ തോന്നുന്നു പറഞ്ഞതുപോലെ, നമ്മൾ ജനൽ തുറന്നിട്ടാൽ നല്ല വായുവും വരും, അതെ, മോശം വായുവും വരും, കൊതുകും വരും. അതെ. അപ്പോൾ സൂക്ഷിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വാതിൽ തുറന്നിടാൻ, അല്ലെ ജനൽ തുറന്നിടാൻ പറയും. അപ്പോൾ ഈ തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലതും പല രൂപത്തിൽ പല കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും എണ്ണത്തിൽ ഇനിയെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളൂ? ഒരിക്കലും സാധ്യതയില്ല, ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രളയം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, അങ്ങോട്ട് നീങ്ങിയില്ല. 24 പ്രളയം വന്നു, നമ്മൾ നീങ്ങിയില്ല. കുറേ നടക്കാൻ പോകണം. എന്താണെന്ന് പറയാം, കുറേ ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, കുറേ പഠനങ്ങൾ നടക്കും, കുറേ പൈസ കൊടുക്കും, റീഹാബിലിറ്റേഷൻ നടക്കും, അതെല്ലാം നടക്കും. പക്ഷെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സിലബസിൽ മാറ്റം ഉണ്ടാക്കുമോ? എൻ്റെ ചോദ്യം. കൃഷിഭവനിൽ മാറ്റം ഉണ്ടാവുമോ? കെട്ടിട നിർമ്മാണത്തിന് പുതിയ ഐറ്റം വല്ല ഉപയോഗിക്കുമോ? ബിൽഡിംഗ് കോഡ് ഉണ്ടാക്കുമോ? സംസ്ഥാനത്ത് ഭൂവിനിയോഗ നയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് 35 വർഷമായി. ഞാൻ ലാൻഡ് യൂസ് ബോർഡിലും ജോലി ചെയ്തിരുന്ന ആളാണ്, പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പോൾ. ലാൻഡ് യൂസ് ബോർഡിൽ ഞാൻ ഭൂവിനിയോഗ ബോർഡിൽ ജോലി ചെയ്യുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു കമ്മീഷണർ, അദ്ദേഹം മലയാളിയാണ്, ബംഗാളിൽ ജോലി ചെയ്യായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു, ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് കേരളത്തിൽ. അദ്ദേഹം വന്ന സമയത്ത് വലിയ ഹൈപ്പ് ഉണ്ടാക്കി ആ സ്ഥാപനത്തിന്, ഒരുപാട് റിപ്പോർട്ടൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഭൂവിനിയോഗ നയം ഉണ്ടാക്കണം കേരളത്തിൽ. ഓരോ തുണ്ട് ഭൂമി എന്തിനു ഉപയോഗിക്കണം, നയം ഉണ്ടാക്കണം. അദ്ദേഹം ഒരു ഡ്രാഫ്റ്റ് നോട്ടുണ്ടാക്കി. സപ്പോർട്ട് വേണമല്ലോ, നയം നടപ്പിലാക്കണേ ഭൂപരിഷ്കരണം പോലെ വേണ്ടി വരുമോ, വലിയ ഇടപാടുള്ളതാണ്. ഇന്ന ഭൂമിയിൽ ഇന്നത് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ ആളുകൾ ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ MLA-മാർക്കും, അന്നത്തെ ഭരണകക്ഷി പ്രതിപക്ഷം 140 MLA-മാർക്ക് അദ്ദേഹം ഒരു കത്തെഴുതി. ഒരു MLA-മാരും റെസ്പോണ്ട് ചെയ്തില്ല. അതോടുകൂടി അദ്ദേഹം ഫയൽ മടക്കി വെച്ചു. പേടിച്ചുപോയി പുള്ളി പേടിച്ചുപോയി. മടക്കി വെച്ചതിന് ശേഷം 5-6 കമ്മീഷണറായി. ഇപ്പോൾ അതിനുശേഷം എത്രയോ കമ്മീഷണറായി. ഒരു ഭൂവിനിയോഗം നമുക്ക് നയമില്ല നമുക്ക്. പിന്നെ റവന്യൂ വകുപ്പ് ഒരു ശ്രമമൊക്കെ നടത്തി, പക്ഷേ അത് സമ്പൂർണ്ണമല്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നയം ഉണ്ടായിരുന്നു 2016-ൽ, അത് പുതുക്കിയിട്ടില്ല 5 വർഷം കഴിയുമ്പോൾ. ജലനയം 2008-ൽ ഉണ്ടാക്കി, ഞാനായിരുന്നു എൻ്റെ സ്റ്റേറ്റ് കൺവീനർ. അത് പുതുക്കിയിട്ടില്ല. 2008, 13, 18, 23 പുതുക്കണമായിരുന്നു, പുതുക്കിയിട്ടില്ല. നമുക്കൊരു പാർപ്പിട നയം ഉണ്ടോ? നമുക്കൊരു ആരോഗ്യ നയം ഉണ്ടോ?
അതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഉണ്ടോ? ഭരണകൂടങ്ങൾ മാറി വരുമ്പോൾ ഇതൊക്കെ പിന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ നയം പലതും പ്രഖ്യാപിച്ചാലോ അതൊരു എന്താ പറയുക, തമാശയ്ക്ക് ഒരു മന്ത്രിയുടെ പേര്, എല്ലാവരും പേര് പറയുന്നത് ശരിയല്ലല്ലോ. ഒരു മന്ത്രി പറഞ്ഞു, സുഭാഷ് നിങ്ങളൊക്കെ ബുക്ക് ഇറക്കും. ഞാനല്ല, വേറൊരു ഇൻസിഡൻറ്റ് എന്നെ കോട്ട് ചെയ്ത് പറഞ്ഞതാണ്. സുഭാഷ് നിങ്ങളൊക്കെ ബുക്ക് ഇറക്കും, ബുക്ക് എനിക്ക് കൊണ്ട് തരും, ഞാൻ എൻ്റെ സെക്രട്ടറിക്ക് കൊടുക്കും, സെക്രട്ടറി വാങ്ങിച്ച് പി എക്ക് കൊടുക്കും, പി എ അലമാരെ കൊണ്ടുപോയിക്കും. എന്തിനായി ബുക്ക് ഇറക്കി? കർഷകൻ്റെ അടുത്ത് എത്തുന്നില്ലല്ലോ. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ പോരെ സാറേ, പ്രാർത്ഥിച്ചാൽ പോരാ. ഓരോ ദുരന്തത്തിനും 4 ഘട്ടമുണ്ട്. ഒന്ന് പ്രിപ്പയർഡ്നെസ്, ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ ദുരന്തം കുറയ്ക്കാൻ. കാരണം പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തെ നമുക്ക് തകർക്കാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ചാൽ പറ്റത്തില്ല. കാർബൺ ചക്രം, വാട്ടർ ചക്രം, ജലചക്രം, സൂര്യൻ്റെ സോളാർ ചക്രം, ഇങ്ങനെ കുറേ നൈട്രജൻ, ഇതെല്ലാം കൂടെയാണ് ഭൂമിയെ ചലിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്, പ്രതിപ്രവർത്തനം, കാറ്റ്, ഇതെല്ലാം കൂടെ. ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കടൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ? സൂര്യനെടുത്ത് ഒന്നും പറ്റുന്നതല്ല. അപ്പോൾ ഇതിൽ പ്രതിഭാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ദുരന്തം എന്ന് പറയുന്ന ആളല്ല. പ്രതിഭാസങ്ങൾ, സുനാമി ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഈ സംസാരിക്കുന്ന സമയത്ത് ആഴക്കടലിൽ സുനാമി ഉണ്ടാവുകയാണ്, പക്ഷേ ആൾ മരിക്കുന്നില്ല. ഈ സുനാമികൾ ദുരന്തങ്ങളായി മാറാതെ, ജീവനും സ്വത്തിനും മാറാതിരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. ഒഡീഷയിൽ 10,000 പേർ മരിച്ചിരുന്ന ചുഴലിക്കാറ്റിൽ നിന്ന് അവർ 10 പേരിലേക്കോ 5 പേരിലേക്കോ കുറച്ചു വാണിംഗ് സിസ്റ്റത്തിലൂടെ. ജപ്പാനിൽ എന്നും ഭൂകമ്പം ഉണ്ടാകുന്ന നാടാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലോ, അവർ നല്ല വാണിംഗ് കൊടുത്ത ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ജപ്പാനിൽ നിന്ന് ആരെങ്കിലും മരിച്ചതായിട്ട് വാർത്തയുണ്ടോ? ഫ്ലോറിഡയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഡിസാസ്റ്റർ എമർജൻസിയാണ്. അടുത്ത 10-25 ദിവസം ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സർക്കാർ വേറെ സംവിധാനങ്ങൾ വീട്ടിൽ ചെയ്ത് കൊടുക്കും, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, നമ്മൾ പരാജയം, നമുക്കറിയില്ല, ബിഗ് സീറോ ആണ് നമ്മൾ. 2, ഡിസാസ്റ്റർ സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യണം, നമുക്കറിയാം, നന്നായി അറിയാം. കേരള സമൂഹം ഒന്നിച്ച് വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. 3, റെസ്ക്യൂ, നമുക്ക് പലതും അറിയില്ല. റിക്കവറി, നമുക്ക് പലതും അറിയില്ല. പോട്ടെ, അതിന് പരിമിതികളുണ്ട്. കാണാതെ അയാളെ കണ്ടുപിടിക്കാനൊക്കെ പരിമിതികളുണ്ട്. നദിയും പുഴയും ഒക്കെ ആകുമ്പോൾ പരിമിതികളുണ്ട്. ഓക്കെ. അടുത്തൊരു സാധനമുണ്ട്, റീഹാബിലിറ്റേഷൻ. അത് പരാജയം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലിരുന്നപ്പോൾ അവിടെ വയനാടിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് പറയുകയായിരുന്നു, കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയ സ്ഥലത്ത്, കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പ് ഉരുൾപൊട്ടിയ സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് പുത്തുമല ഉരുൾപൊട്ടിയ സ്ഥലത്ത് 25 വീട് കൊടുത്താൽ 10 വീട് ചോർച്ച. അവിടുത്തെ 25 വീട്ടുകാർക്ക് ഒരു അംഗൻവാടിയോ ബാലവാടിയോ എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞു. പലരും ഇറങ്ങിപ്പോയിരിക്കും. അല്ല പോട്ടെ, അംഗൻവാടിയോ ബാലവാടിയോ എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞു. റവന്യൂവിൻ്റെ ഭൂമിയും കണ്ടെത്തി പഞ്ചായത്തുകാർ. പഞ്ചായത്തിന് കൈമാറണം. ഒരു ഡിസാസ്റ്റർ സ്ഥലത്തുള്ള ഒരു റവന്യൂ ഭൂമി, വെറുതെ കിടക്കുന്ന ഭൂമി പഞ്ചായത്തിന് കൈമാറാൻ 5 മിനിറ്റല്ലേ വേണ്ടി? 5 വർഷമാകുന്നു, അല്ലെങ്കിൽ 4 വർഷമാകുന്നു. നമ്മളുടെ ഈ കൊളോണിയൽ കാലത്ത് തുടങ്ങിയ ഈ ഒരു ബ്യൂറോക്രാറ്റിക് വല, ചുവപ്പ് നാട, നാടെന്നൊന്നും പറഞ്ഞാൽ പോരെ സാറേ, ഇതൊരു ഗുഹയാണ്. ഞാൻ സിസ്റ്റത്തിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഒരു ഗുഹയാണിത്. ആ ഗുഹയ്ക്കകത്ത് എല്ലാം ഉണ്ട്. അതെല്ലാം തലപൊക്കും. എപ്പോൾ? ഈ ദുരന്തം കഴിഞ്ഞ് റീഹാബിലിറ്റേഷൻ. ഇപ്പം തലപൊക്കൂല. ഇപ്പോൾ ഒരു അഴിമതി ഉദ്യോഗസ്ഥനൊന്നും പറയില്ല, മിണ്ടാതിരിക്കും, അയാളും കരയും. പക്ഷേ റീഹാബിലിറ്റേഷൻ സമയമാകുമ്പോൾ 2000 രൂപയുടെ കക്കൂസ് കൊടുക്കണമെങ്കിൽ 500 രൂപ വൈക്കൂലി വേണം. അല്ലെങ്കിൽ വലിയൊരു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ, അവർക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അതിൻ്റെ നമ്പർ ഇട്ട് കൊടുക്കണം, പൈസ വേണം. ഇങ്ങനെ പൈസ അഴിമതി. ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാനും പ്രളയത്തെ ഒരു പരിധി വരെ, പ്രളയം അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല, വെള്ളപ്പൊക്കത്തെ എന്തായാലും നിയന്ത്രിക്കാൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നല്ലതാണ്. ഞാൻ അവിടെ ഡയറക്റ്റായിരിക്കുമ്പോൾ ഒരു ഓർഡർ നന്നായി പ്രൊമോട്ട് ചെയ്ത് കേരളത്തിൽ 1000 ചതുരശ്ര വിസ്തീർണത്തിന് മുകളിലുള്ള എല്ലാ വീട്ടിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കമ്പൾസറി ആക്കി. പക്ഷേ ജനങ്ങളുടെ എതിർപ്പൊക്കെ ഒന്നും 1000 പാവപ്പെട്ടവരാണ് വരുന്നത്. 2000 ഒന്ന് സമ്മതിച്ചു. 2004 നിയമം വന്നത്. ഇപ്പോൾ 20 വർഷമായി. അനിൽ സാർ ഒരു കാര്യം ചെയ്ത് നോക്കൂ, നിങ്ങൾ സ്വന്തം നാളെ എനിക്ക് എവിടെയെന്ന് അറിയില്ല, എന്നാലും നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കൂ. കേരളത്തിൽ സഞ്ചരിക്കുന്ന ആളല്ലേ, എത്ര പുതിയ വീട്ടിലിത് വെച്ചു. ആ ഒരു കുഞ്ഞു കാര്യം പോലും നമുക്ക് നടത്താൻ പറ്റാതെ അതിൻ്റെ അഴിമതി പ്ലാനിലുണ്ടായിരിക്കും, ഫീൽഡിൽ കാണൂല, കാശ് മേടിക്കും, അല്ലെങ്കിൽ സ്വാധീനിക്കും. മെമ്പർ വന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, കൊടുക്കില്ല. അങ്ങനെ കുഞ്ഞു കാര്യം പോലും ചെയ്യാത്ത, മാലിന്യത്തിൽ കുഞ്ഞു കാര്യം ചെയ്യാത്ത, മാലിന്യം വലിച്ചെറിയുന്ന, കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാത്ത, അത് ചെയ്യിക്കാത്ത ഭരണവ്യവസ്ഥയിൽ ആരായാലും XY ആരായാലും ചെയ്യിക്കാൻ പറ്റാത്തൊരു ഭരണവ്യവസ്ഥയിൽ വലിയ ആളുകളെല്ലാം പഠിപ്പിച്ച് എല്ലാവരും മാറാനുള്ള അലാറമൊക്കെ കൊടുത്ത് എല്ലാവരും മാറും, ആരും മരിക്കൂല എന്നൊക്കെ ചിന്തിക്കുന്നത് വലിയൊരു ചിന്തയായി പോകും. പക്ഷേ ആ വലിയ ചിന്ത കേരളം നേടിയില്ലെങ്കിൽ വലിയ വില ഇനിയും കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. വയനാടിൽ 7 മലകൾ ഇതുപോലെ തയ്യാറായി നിൽപ്പുണ്ട്. 7 മലകൾ ഇതേ ഹൈറ്റും
വലിയ ബഹളം ഉണ്ടാക്കി നിൽപ്പുണ്ട്, കുറിച്യാർ മല ഉൾപ്പെടെ. കുട്ടനാട്ടിലെ ഒരുപാട് ഡെബ്രീസ് വന്നിട്ടും കുട്ടനാട് ഉയരാത്തത് എന്താണ്? താഴുന്നത് കൂടി കൊണ്ടാണ്. ഇത് ഒബ്സർവേഷനാണ്, പഠനം നടത്തണം. കൊച്ചി വലിയ ആയുസില്ല കൊച്ചിക്ക്. മുല്ലപ്പെരിയാർ വേറെ തരത്തിൽ നിൽക്കുന്നു. വിഴിഞ്ഞം മുതൽ നമ്മളെ അഞ്ചുതെങ്ങ് മുതൽ ശംഖുമുഖം മുതൽ അഞ്ചുതെങ്ങ് മുതൽ അങ്ങോട്ടുള്ള അഴിമുഖം അല്ലെങ്കിൽ ആ തീരപ്രദേശം എത്ര കാലം ഇനി കേരളത്തിൽ കാണുമെന്നറിയില്ല. അപ്പോൾ സംഘർഷം, ഭൗതിക സംഘർഷമാണ്, മനുഷ്യൻ്റെ സംഘർഷമല്ല, ഭൗതികമായി സംഘർഷത്തിലേക്ക് പോകുന്ന കടൽ തീരം, ഭൗതികമായി സംഘർഷത്തിലേക്ക് പോകുന്ന മലനിരകൾ, ആശങ്ക ഉണർത്തുന്ന മലനിരകൾ, ഇത് രണ്ടിനും എന്ത് സംഭവിച്ചാലും ഇടനാട്ടിലുള്ളവരെയും കൊണ്ടുപോകും. ഇത് മലയാളി മനസ്സിലാക്കുക. പുതിയ കേരളത്തെക്കുറിച്ച് ആലോചിക്കുക. വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തതിന്.